ആ മലായികത്തിൽ ഒന്നാമതായി വന്നത് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ. മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, മൻ കാന കുല്ല യൗമിൻ 10 മറ. നബിയെ, ഒരു ദിവസം നിങ്ങളുടെ മേലെ മൻ സല്ല ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഈ കുല്ലി യൗമിൻ 10 മറ, ഒരാള് ഒരു ദിവസം 10 സ്വലാത്ത്, 100 അല്ല, 50 അല്ല, 25 അല്ല, വെറും 10 സ്വലാത്ത് ചൊല്ലിയാൽ 10 മറ 10 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ കയ്യാൻ പിടിക്കും. എന്നിട്ട് അവന്റെ കൈ പിടിച്ചുകൊണ്ട് സിറാത്ത് എന്ന പാലത്തിലൂടെ ഞാൻ അവനെ വെളുപ്പത്തിൽ കടത്തുകൊണ്ട് ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ 10 ശ്രദ്ധിച്ചോ? ഇഖ്ലാസോടുകൂടെ മുത്തനബിന്റെ ഹദറത്തിലേക്ക് 10 സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബായ നബി തങ്ങളോട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, അവന്റെ കൈ ഞാൻ പിടിക്കും, അവന്റെ കൈ ഞാൻ പിടിക്കും. എന്നിട്ട് സിറാത്ത് പാലത്തിലൂടെ പെട്ടെന്ന് അവനെ കടത്തിവിടും, ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. രണ്ടാമതായി വരുന്ന മഹാനായിരിക്കുന്ന മുഖറബായ മലക്ക് മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ, മൻ സല്ല ഫീ കുല്ലി യൗമിൻ 10 മറ, ഒരു 10 സ്വലാത്ത് ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ ഇഖ്ലാസോടുകൂടെ റബ്ബിന്റെ മുത്തുനബിന്റെ ഹദറത്തിലേക്ക്, റൗളയിലേക്ക് ഇഖ്ലാസോടുകൂടെ വലിയതായിരിക്കുന്ന പ്രതീക്ഷയോടുകൂടെ 10 സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ ഹബീബ് അവന് വേണ്ടി ഞാൻ നാളെ ഭയാനകമായ മഹ്ശറിൽ അവന് വേണ്ടി ഞാൻ റബ്ബിനോട് ശഫാഅത്ത് ചോദിക്കുകയാണ്. ഇങ്ങനെയാ ചോദിക്കുന്നത്, സുജൂദിലായിക്കൊണ്ട് ഞാൻ വീഴുകയാണ്. സുജൂദിലായിക്കൊണ്ട് വീണിട്ട് ആ 10 സ്വലാത്ത് ഇഖ്ലാസോടെ ചൊല്ലുക, ആ മനുഷ്യന് വേണ്ടി ഞാൻ ശഫാഅത്ത് ചോദിക്കുന്നു സ്വർഗത്തിൽ കടക്കാൻ. ലാ യർഫഉ റഅസഹു, എന്റെ തല ഞാൻ ഉയർത്തില്ല യാ റസൂലല്ലാഹ്, എന്റെ തല ഞാൻ ഉയർത്തില്ല യാ റസൂലല്ലാഹ്. അവൻ അല്ലാഹു സ്വർഗത്തിൽ അവന്റെ ശഫാഅത്ത് കൊടുത്തിട്ടല്ലാതെ, അവന്റെ പാപങ്ങളെ പുറത്ത് അവനെ ശഫാഅത്തിനോട് ഉടമസ്ഥനാക്കിയിട്ട് സ്വർഗത്തിൽ കടത്തിയിട്ടല്ലാതെ എന്റെ തല ഞാൻ ഉയർത്തിയ നബിയെ, ഹബീബ് മഹാനായിരിക്കുന്ന മുഖറബുൽ അംലാക് മലക്ക് മീകാഈൽ അലൈഹിസ്സലാം, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മൂന്നാമതായി വന്ന ആളാരെന്നറിയോ? മഹാനായ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, നബിയേ, ഇതേപോലെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരാൾ 10 സ്വലാത്ത് ദിവസം അങ്ങയുടെ മേൽ ഇഖ്ലാസോടെ ചൊല്ലിയാൽ കാന യഖ്ബിലു റൂഹഹു, അവന്റെ റൂഹിനെ ഞാൻ പിടിക്കും യാ റസൂലല്ലാഹ്, അവന്റെ റൂഹിനെ ഞാൻ പിടിക്കും. ഏതുപോലെ എന്നറിയോ? ആ റൂഹിനെ പിടിച്ചതുപോലെ, കമാ യഖ്ബിലുൽ അർവാഹു അംബിയാഇ വൽ മുർസലീൻ, അംബിയാ മുർസലുകളുടെ റൂഹിനെ എപ്രകാരമാണ് ഞാൻ പിടിച്ചത്, അതുപോലെ ഞാൻ പിടിക്കുമെന്ന് സയ്യിദനാ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. റൂഹിനെ പിടിക്കുക എന്ന് പറയുമ്പോ അത്ര നിസ്സാരാക്കണ്ട. 10 സ്വലാത്ത് ചൊല്ലിക്കോ, റൂഹിനെ പിടിക്കാന്ന് പറയുമ്പോ അത്ര നിസ്സാരമാക്കണ്ട. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞല്ലോ, ഖഫീഫ യാ ഇസ്രായീൽ, ഇസ്രായേലിനെ എന്റെ റൂഹിനെ ഒന്ന് പതുക്കെ നേർമയോടുകൂടെ പിടിക്കണം, നേർമയോടുകൂടെ വേദനയില്ലാതെ പിടിക്കണമെന്ന് ഈ ലോകത്ത് ആരെങ്കിലും റൂഹിനെ മഹാനായിരിക്കുന്ന മലക്കുൽ മൗത്ത് ഇസ്രായേൽ നേർമയോടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൂഹിനെയായിരിക്കില്ലേ? അങ്ങനത്തെ ഹബീബാണ് തങ്ങൾ പറഞ്ഞു, യാ ഇസ്രായീൽ ഖഫീഫ യാ ഇസ്രായേലിനെ എന്റെ റൂഹിനെ ഒന്ന് നേർമയോടെ പിടിക്കണം. കഴിഞ്ഞില്ല. മുത്തുനബിന്റെ അടുത്ത് ഇങ്ങനെ അവിടുത്തതായിരിക്കുന്ന പത്നിമാരുണ്ട്, അവിടുത്തതായിരിക്കുന്ന മക്കളുണ്ട്, പേരമക്കളുണ്ട്, അരിയാർത്ഥങ്ങളെ മരുമകനുണ്ട്. അവിടെ റൂഹിനെ പിടിച്ചുകൊണ്ട് മലക്കുൽ മൗത്ത് ഇങ്ങനെ വരുമ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ആയിഷ, ഇന്നലി സക്കറാത്തിൽ
വേദനകളിൽ സക്കറാത്ത്, മൗത്തിന്റെ വലിയ അസഹനീയമായ സഹിക്കവയ്യാത്ത പ്രയാസകരമായ ബുദ്ധിമുട്ടുണ്ട്, വേദനയുണ്ട്. ആയിഷാ നബിയുനാ റസൂലുള്ളാഹി അങ്ങനത്തെ പ്രയാസകരമായ റൂഹിനെ പിടിക്കുന്ന സമയത്ത് വളരെ പ്രയാസകരമായ പ്രതിസന്ധിയുള്ള വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ട് വേദനയോടുകൂടെ ഒരു കടലിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർത്താൽ കഴിയാത്ത അത്രമേല് കണ്ണിലുള്ള വെള്ളം കുടിച്ചു തീർക്കാൻ ആഗ്രഹമുള്ള ആ സകറാത്തുൽ മൗത്തിന്റെ ഹാലുണ്ടല്ലോ. സമയത്ത് മഹാനായിരിക്കുന്ന അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മേലിൽ 10 സ്വലാത്ത് എങ്ങാനും 1000 ഒരു ദിവസം ഒരാൾ ചെല്ലിയാൽ അവന്റെ റൂഹിനെ പിടിക്കുമ്പോൾ ഞാൻ മമതയോട് അതോ വേദനയില്ലാതെ പ്രയാസമില്ലാതെ പിടിക്കുമെന്ന് സയ്യിദുനാ മലക്കുൽ മൗത്ത് അസ്രാഈൽ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. അതാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. നമ്മളിങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയുന്നുണ്ടല്ലോ, ഇല്ലേ? കളയുന്നുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? 24 മണിക്കൂർ ദിമ്മല്ലേ? ഞാൻ കുറ്റപ്പെടുത്തല്ല. 24 മണിക്കൂർ നമ്മൾ ഈ ദിമ്മയാണ്. ഇഷ്ടം പോലെ സമയമുണ്ട്. മദീന നഗരിയിൽ എല്ലാ മാസത്തിന്റെ അവസാനത്തെ വ്യാഴാഴ്ചയും ഷറഫാക്കപ്പെട്ട ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇവിടെ നടക്കുന്ന സ്വലാത്ത് എന്തേ നമുക്കൊന്ന് പങ്കെടുക്കാൻ അല്ലേ? ഇഷ്ടം പോലെ സമയമുണ്ട് നമുക്ക്. ഇല്ലെങ്കിലും അത് വരാനൊരു മടിയാണ്. ആത്മീയമായ മജ്‌ലിസ് നൂറിന്റെ ആത്മീയമായ സദസ്സുകൾ, വിഗ്രഹദാദിന്റെ ആത്മീയമായ സദസ്സുകൾ എന്താ നമ്മൾ ഒഴിവാക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കപ്പെടുന്നത്? നമുക്ക് ഇഷ്ടം പോലെ സമയമില്ലേ? ഇല്ലേ? ഉണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുണ്ട്. മനസ്സൊട്ട് പറയാ, നമുക്ക് ഇതിന് ഇഷ്ടം പോലെ സമയമുണ്ട്. വാട്സപ്പ് എടുക്കാനും, യൂട്യൂബ് എടുക്കാനും, ഇൻസ്റ്റാഗ്രാം എടുക്കാനും, ഫേസ്ബുക്ക് എടുക്കാനും, നോക്കാനും ഒക്കെ. നോക്കണ്ട, ചെയ്യണ്ട എന്നല്ല, പക്ഷേ അതിനൊക്കെ ഒരു പരിധി വേണം. മറ്റുള്ളതായിരിക്കുന്ന ആത്മീയമായ കാര്യങ്ങൾ, നമ്മുടെ ഇഹവര വിജയത്തിന് നിദാനമാകുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നിർബന്ധമാ, അല്ലെങ്കിൽ നമ്മൾ ആത്മബത്ത് പൊളിഞ്ഞു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 2 കാര്യം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സാദാത്യങ്ങൾ ഇപ്പൊ കടന്നു വരും. 2 കാര്യം നോക്കൂ നിങ്ങൾ. ആ 2 കാര്യങ്ങൾ ഹബീബാനബി തങ്ങൾ പറഞ്ഞു. 2 നിഅമത്തുകൾ, 2 അനുഗ്രഹങ്ങൾ മനുഷ്യനിക്ക് അല്ലാഹു നൽകിയിട്ട് ശ്രദ്ധിച്ചോ? എന്റെ ഉമ്മമാർ, ഈ